നമസ്കാരം. പ്രതിവർഷം ലക്ഷക്കണക്കിന് ഭക്തർ ഒരു പ്രത്യേക തയ്യാറെടുപ്പോടെ ഒരു ദീർഘമായ ആത്മീയ യാത്രയായി അയ്യപ്പസ്വാമിയുടെ സന്നിധിയിലേക്കെത്തുന്നു. പക്ഷേ ഈ യാത്രയ്ക്ക് മുമ്പ് ഭക്തൻ പാലിക്കേണ്ട ഒരു മഹത്തായ നിയമമുണ്ട്. 41 ദിവസത്തെ വ്രതം. എന്തുകൊണ്ട് 41 ദിവസം? എന്തുകൊണ്ട് ഇതത്രയും പ്രധാനമാണ്? ഇത് വെറും ഒരാചാരമാണോ? അല്ലെങ്കിൽ അതിനകത്തൊഴിഞ്ഞിരിക്കുന്ന ഒരാഴമുള്ള ആത്മീയ രഹസ്യമുണ്ടോ? ഇന്നത്തെ ഈ വീഡിയോയിൽ നാം ശബരിമല വ്രതത്തിന്റെ ആത്മീയവും ശാസ്ത്രീയവുമായ അദ്ഭുതമായ സത്യങ്ങൾ തുറന്നുകാണാം. ശബരിമല യാത്ര ഒരു സാധാരണ തീർത്ഥാടനമല്ല. ഇത് ഒരു പരിവർത്തന യാത്രയാണ്. ഒരു സാധാരണ മനുഷ്യൻ സ്വാമി എന്ന പവിത്രാവസ്ഥയിലേക്കുയരുന്ന ഒരു അന്തർമുഖ പ്രക്രിയ. അതിനാലാണ് ഈ യാത്രയ്ക്ക് മുമ്പ് ഭക്തൻ തന്റെ ജീവിതം പുനഃക്രമീകരിക്കുന്നത്. 41 ദിവസത്തെ വ്രതത്തിലൂടെ. ഹിന്ദു ആചാരങ്ങളിൽ മണ്ഡലകാലം എന്ന ഒരാശയമുണ്ട്. ഒരു മനുഷ്യന്റെ ശരീരവും മനസ്സും പുതിയ ശീലങ്ങളിലേക്ക് മാറാൻ ഏകദേശം 41 ദിവസം വേണ്ടിവരും. ഇത് ആത്മീയ പാരമ്പര്യവും ആധുനിക മനഃശാസ്ത്രവും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. അതായത് 41 ദിവസമെന്നത് വെറുമൊരു സംഖ്യയല്ല, ഒരു മനുഷ്യന്റെ ഉള്ളിലെ മാറ്റത്തിനുള്ള സമയപരിധിയാണ്. വ്രതത്തിന്റെ ആദ്യ ലക്ഷ്യം ശുദ്ധീകരണമാണ്. ശബരിമല യാത്രയ്ക്ക് പോകുന്ന ഭക്തൻ ആദ്യം ശുദ്ധമാകേണ്ടത് ശരീരത്തിലല്ല, മനസ്സിലാണ്. കാരണം അയ്യപ്പൻ വസിക്കുന്നത് കാട്ടിന്റെ നടുവിൽ മാത്രമല്ല, ശുദ്ധമായ ഹൃദയത്തിനുള്ളിലാണ്. 41 ദിവസത്തെ വ്രതത്തിൽ ഭക്തൻ പാലിക്കുന്ന ഓരോ നിയമവും അവന്റെ ഉള്ളിലെ അശുദ്ധികളെ ഒന്നൊന്നായി നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ബ്രഹ്മചര്യം, ഇന്ദ്രിയനിയന്ത്രണം, സാത്വിക ആഹാരം, ശരീരശുദ്ധി, പ്രാർത്ഥന, മനഃശുദ്ധി, ലാളിത്യം, അഹങ്കാരക്ഷയം. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ ഭക്തൻ അറിയാതെ തന്നെ അവന്റെ ഉള്ളിൽ ഒരു ശാന്തത വളരാൻ തുടങ്ങും, ഒരു നിശ്ചലത, ഒരു ദിവ്യമായ സമാധാനം. ഇപ്പോൾ ഒരു പ്രധാന ചോദ്യം: എന്തുകൊണ്ട് 41 ദിവസം തന്നെ? പുരാതന ഗുരുസ്വാമിമാർ പറയുന്നത് മനുഷ്യശരീരത്തിലെ നാഡികൾക്കും മനസ്സിനും ഒരു പുതിയ ജീവിതക്രമത്തിൽ പൂർണ്ണമായി പൊരുത്തപ്പെടാൻ ഒരു മണ്ഡലകാലം വേണ്ടിവരും. ഈ 41 ദിവസങ്ങളിൽ ശരീരത്തിലെ വിഷാംശങ്ങൾ കുറയുന്നു, മനസ്സ് അല്പാൽപമായി ശാന്തമാകുന്നു, ആഗ്രഹങ്ങൾ നിയന്ത്രണത്തിലാകുന്നു, ചിന്തകൾ പവിത്രമാകുന്നു. ആദ്യ 7 ദിവസം ശരീരം പ്രതികരിക്കും, അടുത്ത 14 ദിവസം മനസ്സ് പോരാടും, അവസാന ദിവസങ്ങൾ ആത്മാവ് ശാന്തമാകും. ഇതാണ് വ്രതത്തിന്റെ മന്ത്രമയമായ പരിവർത്തനം. വ്രതകാലത്ത് ഭക്തന്റെ ജീവിതം പൂർണ്ണമായി മാറുന്നു. അവൻ ധരിക്കുന്നത് കറുപ്പ് അല്ലെങ്കിൽ നീല വസ്ത്രം. ഇത് വെറും വസ്ത്രമല്ല, അതൊരു ഓർമ്മപ്പെടുത്തൽ. ഞാനിപ്പോൾ ഒരു സാധാരണ മനുഷ്യനല്ല, ഞാൻ അയ്യപ്പന്റെ പാതയിൽ നടക്കുന്ന സ്വാമിയാണ്. കാലിൽ ചെരുപ്പൊഴിവാക്കുന്നത് ഭൂമിയുമായി നേരിട്ട് ബന്ധപ്പെടാൻ. ഇത് ഭക്തനെ വിനയത്തിലേക്ക് നയിക്കുന്നു. സാത്വികാഹാരം കഴിക്കുന്നത് ശരീരം ലഘുവാക്കാൻ, ദിവസേന പ്രാർത്ഥിക്കുന്നത് മനസ്സ് കേന്ദ്രീകരിക്കാൻ. ഈ 41 ദിവസങ്ങൾക്കുള്ളിൽ ഭക്തന്റെ ജീവിതം ഒരു സന്യാസിയുടെ ജീവിതത്തോട് സമാനമാകുന്നു. ആധുനിക മനഃശാസ്ത്രം പറയുന്നത് ഒരു ശീലം രൂപപ്പെടാൻ 21 മുതൽ 40 ദിവസങ്ങൾ വരെ വേണ്ടിവരും. ശബരിമല വ്രതം ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുതന്നെ പ്രയോഗത്തിൽ കൊണ്ടുവന്നു. വ്രതകാലത്ത് കോപം കുറയുന്നു, ആസക്തി കുറയുന്നു, ക്ഷമ വളരുന്നു, ആത്മനിയന്ത്രണം ശക്തമാകുന്നു. അവസാനം ഭക്തൻ ശബരിമലയിലെത്തുമ്പോൾ അവൻ കയറുന്നത് മലയിലേക്കല്ല, അവന്റെ സ്വന്തം ആത്മാവിലേക്കാണ്. 41 ദിവസത്തെ വ്രതം പൂർത്തിയാക്കി ഇരുമുടി കെട്ടി ഭക്തൻ ശബരിമലയിലേക്ക് കയറുമ്പോൾ ഓരോ ചുവടും ഒരു ജപമാണ്, ഓരോ ശ്വാസവും ഒരു പ്രാർത്ഥനയാണ്. സ്വാമിയേ ശരണമയ്യപ്പ എന്ന വിളി വായിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണ് ഉയരുന്നത്. അപ്പോൾ അയ്യപ്പ ദർശനം കണ്ണുകൾ കൊണ്ട് മാത്രം കാണുന്ന ഒരു കാഴ്ചയല്ല,
അത് അനുഭവിക്കുന്ന ഒരു ദിവ്യ അവസ്ഥയാണ്. അതുകൊണ്ട് 41 ദിവസത്തെ വ്രതം ഒരു നിർബന്ധിത ആചാരം മാത്രമല്ല, അതൊരു ആത്മപരിശുദ്ധിയുടെ യാത്രയാണ്, ഒരു അഹങ്കാര വിമോചന പ്രക്രിയയാണ്, ഒരു മനുഷ്യനെ സ്വാമിയാക്കുന്ന ദിവ്യ പരിശീലനമാണ്. നമ്മൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ ഓർക്കേണ്ടത് ഒരു കാര്യം മാത്രം: അയ്യപ്പനെ കാണാൻ മുമ്പ് നമ്മുടെ ഉള്ളിലെ അയ്യപ്പനെ ഉണർത്തണം. അതാണ് 41 ദിവസത്തെ വ്രതത്തിന്റെ അസലായ രഹസ്യം.